ബോംബെയിലാണ്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ സാറിൻ്റെ ഡയറക്ടറോടെ ഡെബ്യൂ ആയതുകൊണ്ട് വന്നതാണ്. ഞാൻ പറഞ്ഞിട്ട് വളരെ ഒരു കിഡ്സ് മൂവിയാണ്, ഫാമിലി എൻ്റർടൈനിങ് മൂവിയാണ്. ഇപ്പം ഭയങ്കര വയലൻസും ബ്ലഡ് ഷെഡും അതൊക്കെ കണ്ടിട്ട് നമ്മൾ ഇരിക്കുന്ന സമയമാണല്ലോ. അപ്പം ഇത് വരുമ്പോൾ നമുക്കൊരു മുത്തശ്ശി കഥ പോലെ, നമുക്കൊരു ഫാൻറ്റസി പോലെ തോന്നും. പിന്നെ ഒരു പ്രാവശ്യം നമ്മൾ ഇൻവോൾവ് ആയാൽ പിന്നെ ഇൻവോൾവ് ആയിരിക്കും പടത്തിൽ. കണക്ഷൻ നല്ലപോലെ ചെയ്തിട്ടുണ്ട്, നല്ലപോലെ ഒരു സ്റ്റോറി തുന്നിയ പോലെ ഉണ്ട്. ലാസ്റ്റ് ഒരു നല്ല സർപ്രൈസ് ഉണ്ട്. അത് നല്ലൊരു തിയേറ്ററിൽ നല്ല ഓളം ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. മോഹൻലാലിന് എഴുതി കാണിക്കുമ്പോൾ ആ ഒരു ഫീല് വേറെ ആയിരുന്നു. പിന്നെ ആൻ്റണി സാറിന് നല്ല റോളുണ്ട്, നല്ല കോമഡി ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓവറോൾ ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. അറ്റംപ്റ്റ് നല്ലതാണ്. 3D to 3D ടെക്നിക്കലി ഭയങ്കര രസമായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് നോർത്ത് ഇന്ത്യയിൽ അത്ര റീച്ച് കിട്ടത്തില്ല. ഇത് സൗത്തിൽ, കേരളത്തിലും അതിൻ്റെ ഓവർസീസിലുമാണ് ബിസിനസ് ചെയ്യാൻ സാധ്യത. ഭയങ്കര റിസ്ക്കാണ്. ഇത് 100 crores ബഡ്ജറ്റാണ്. അപ്പോൾ അത് സക്സസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ബാറോസ് 3D എന്താ പറയുക, ഒരു പക്ക പിള്ളേർക്ക് വേണ്ടിയിട്ടൊരു 3D മൂവി പോലെ എനിക്ക് ഫീൽ ചെയ്തത്. പോർച്ചുഗൽ കഥ രീതി പറയുന്നു വരുന്നു. പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ സിനിമാറ്റോഗ്രഫി അടിപൊളിയായിരുന്നു, ആർട്ട് വർക്ക് കൊള്ളായിരുന്നു, സെറ്റ് വർക്ക് ആണെങ്കിൽ നല്ല ഒറിജിനാലിറ്റായിട്ട് ഫീൽ ചെയ്തു. പിന്നെ എടുത്ത് പറയേണ്ടത് അതിനകത്ത് മേക്കിംഗ്, VFX 2-3 സീൻ ഒഴികെ ബാക്കിയെല്ലാം നല്ല ഒരു നമുക്ക് എന്ന് പറയാൻ തോന്നാത്ത രീതിയിലുള്ള ഫീൽ ആയിരുന്നു. ലാൽട്ടൻ്റെ ഫസ്റ്റ് സംവിധാനം എല്ലാം നല്ല രീതിയിൽ നടക്കണമെന്നായിരിക്കുന്നു. ഡ്രോബാക്ക് ആയിട്ടെങ്കിൽ ചെറുതായിട്ട് ഫീൽ ചെയ്ത് കുറച്ച് ഡ്രമാറ്റിക് ആയിപ്പോയി ഈ ഡയലോഗ് ഡെലിവറിയൊക്കെ. പിന്നെ കൂടുതൽ പോർച്ചുഗൽ കഥാപാത്രം നമ്മൾ കണ്ടുപറ്റാത്ത ഫേസ് ആയതുകൊണ്ടും നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ അത്ര വർക്കൗട്ട് ആയില്ല. ബട്ട് തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ നിരാശപ്പെട്ടില്ല. ഒരു 3D എഫക്ട്സ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. പിള്ളേർക്ക് വേണ്ടിയുള്ള ഒരു കുഞ്ഞ് 3D പടം. ഈ ജംപ്സ് കേസോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള ശബ്ദദോഷം പേടിപ്പിക്കലോ അങ്ങനെയൊന്നുമില്ല. സോ ഫാമിലി ഫ്രണ്ട്സ് ആയിട്ട് ഒന്ന് എൻജോയ് ചെയ്യാൻ മൂവി ആയിരിക്കും. ക്ലൈമാക്സിൽ ചെറിയൊരു ക്യാമിയോ അപ്പിയറൻസ് ഉണ്ട്, അത്യാവശ്യം നല്ല ക്യൂട്ടായിരുന്നു. പിന്നെ തിയേറ്ററിൽ കാണുമ്പോൾ ഫ്ലാറ്റ് റേഷ്യോയിലെ സ്ക്രീൻ വന്നേക്കണേ. സോ PXL-ഒക്കെ ഫുൾ സ്ക്രീൻ കാണാൻ പറ്റും. പക്ഷെ നമ്മുടെ നോർമൽ സ്ക്രീനിൽ സൈഡിൽ 2 ബാർ ഉണ്ടാവും, നമ്മൾ പ്രമേയോ കണ്ട പോലെ. സോ അത് നോക്കി ചൂസ് ചെയ്യാം. അടിപൊളി സിനിമയാണ്, നല്ല സിനിമയാണ്, കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണ്. നമ്മൾ ഇപ്പോൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നൊക്കെ സംശയിച്ചു പോയി. അടിപൊളി സിനിമ, കുട്ടികളെ തീർച്ചയായിട്ടും കാണിപ്പിക്കണം ഈ സിനിമ. അത് ക്രിസ്മസ് എന്തായാലും നല്ല രീതിയിലാണ് തന്നിട്ടുള്ളത്. കുട്ടികൾക്ക് ഇത് എന്തായാലും കണ്ട് ആർമാദിക്കാൻ പറ്റുന്ന സിനിമയാണ്, കുട്ടികളെ കാണിപ്പിക്കേണ്ട സിനിമയാണ്, കാണിപ്പിക്കണം എന്നാണ് അഭിപ്രായമുള്ളത്. നല്ല സിനിമ. ഈ സിനിമ ഇതിൻ്റെ ലോഞ്ച് ഇവൻറ്റിലും പൊതുവേ അതിൻ്റെ അണിയറ പ്രവർത്തനം പറഞ്ഞിട്ടുണ്ട് ഈ സിനിമ ഒരു കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സിനിമയാണെന്ന്. അപ്പോൾ ആ കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമ തന്നെയാണ് നമ്മളിപ്പോൾ സ്ക്രീനിലും കണ്ടത്. പിന്നെ ഇതിൻ്റെ ഒരു പോർച്ചുഗീസ് ഒരു നാടോടി കഥയുടെ ഒരു വേർഷനായിട്ട് വന്നത്. അപ്പോൾ ഒരു ലാലേട്ടൻ ഒരു മലയാള സിനിമ എന്നുള്ള രീതിയിൽ ഇത് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുമെന്ന് ചോദിച്ചാൽ ഇല്ലാതെ. കാരണം ഒരു മലയാള സിനിമയുടെ ഒരു മലയാള കഥാ പരിസരമേ അല്ല ഈ സിനിമയുടെ ഒരു പോർച്ചുഗീസ് സ്റ്റോറി ആയതുകൊണ്ട് തന്നെ ഗോവയിലും പിന്നെ ഡിഗാമ, കൊട്ടാരം അങ്ങനെയുള്ള ഒരു പോർച്ചുഗീസ് ഇതുമായിട്ട് മിത്തോളജി ആയിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് സിനിമ വന്നിരിക്കുന്നത്. പിന്നെ 3D എഫക്റ്റ് ഒക്കെ സ്ക്രീനിൽ ഗംഭീരമാണ്. പിന്നെ കുറച്ചെന്ന് പറയുന്നത് ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ ബാക്കി പറഞ്ഞ ഒരു ലാഗ് ഫീൽ ചെയ്യുന്നു. അത് എനിക്ക് തോന്നുന്നു ഈ 3D ക്യാമിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അവർക്ക് ഈ ഒരു ഫാസ്റ്റ് കട്ട്സ് അങ്ങനെ അത്ര പോസിബിൾ അല്ല. അത് അവർ ലോഞ്ച് ഇവൻറ്റിൽ പറയുന്നുണ്ട്, ഫാസ്റ്റ് കട്ട് ചെയ്യുന്നതിൽ ഈ ക്യാമറയ്ക്ക് പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമ കുറച്ച് ലാഗ് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെ ഈ ഒരു ഇത്രയും കാലത്തെ ഗ്യാപ്പിനിടയ്ക്ക് ഈ ഒരു ടെക്നോളജി 40-47 വർഷത്തിന് ശേഷമാണ് കുട്ടിച്ചാത്തിന് ശേഷം ഈ ഒറിജിനൽ 3D 2Dയിൽ നിന്ന് 3Dയിലേക്ക് കൺവേർട്ട് ചെയ്യാത്ത ഒറിജിനൽ 3D ടെക്നോളജി കൊണ്ടുവരുന്നത്. ആ ടെക്നോളജി ഈ ജനറേഷനിലെ കുട്ടികളെ കാണിക്കാനും പിന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ചിത്രങ്ങൾ എന്ന് പറയുന്നത് നമുക്കിപ്പം വലിയ താരങ്ങൾ അടുത്ത കാലത്തായിട്ട് അങ്ങനെ ചെയ്ത് കാണുന്നില്ല. അപ്പോൾ ഇപ്പോൾ മോഹൻലാൽ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് ഡയറക്ടർ ആരെ വെച്ച് വേണമെങ്കിൽ ചെയ്യാം, വലിയൊരു ആക്ഷൻ ഓറിയൻറ്റഡ് ചെയ്യാം. പക്ഷേ പുള്ളി തിരഞ്ഞെടുത്ത് തന്നെ ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു മോറൽ മെസ്സേജുള്ള സിനിമ പിന്നെ നമ്മുടെ ആ ഒരു 3D ടെക്നോളജി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ചെയ്തതാണ്. കാരണം ലാലേട്ടൻ പണ്ടും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. സിനിമയുടെ വിജയത്തിനപ്പുറം തന്നെ ഇതുപോലെയുള്ള പല ചേഞ്ചസും പുള്ളി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇക്കാലത്ത് തന്നെ പാൻ ഇന്ത്യൻ എന്ന് പറയുന്നത് അന്യഭാഷ നടന്മാരെ അഭിനയിപ്പിക്കുന്നതൊക്കെ ചെയ്യുന്നത് അത് കാലാപാനി എന്ന സിനിമകളിലൂടെ അമരീഷ് പുരി പ്രഭുവിനെ കൊണ്ടൊന്നും മറ്റ് താരങ്ങൾ വെച്ചിട്ടുണ്ട്. ആ സിനിമ കൊമേഴ്ഷ്യലി സക്സസ് ആയിരുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഡിസ്നിയായിട്ടൊക്കെ ചേർന്ന് ഇവിടെ സിനിമകൾ വരുന്നു. പണ്ട് ഫ്രഞ്ച് ഒരു ടീമായിട്ട് ചേർന്നാണ് ലാലേട്ടൻ വാനപ്രസ്ഥം പോലെയുള്ള സിനിമകൾ നിർമ്മിച്ചത്. അപ്പോൾ ചില സിനിമകൾ നമ്മൾ കൊമേഴ്ഷ്യൽ സക്സസ്സോ എല്ലാവർക്കും കണക്ട് ചെയ്യുന്ന രീതിയിലല്ല, ഇങ്ങനെ ടെക്നോളജി പരിചയപ്പെടുത്തുക, സിനിമയുടെ ഒരു ചേഞ്ച് പരിചയപ്പെടുത്തുക, ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഈ സിനിമ ഒരു പരിപൂർണ്ണ വിജയമാണ്. കാരണം ഇത്രയും സിനിമ ഒറിജിനൽ 3D ആ സ്ക്രീനിൽ കാണുന്ന സുഖം എന്തായാലും ഈ സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ ക്രിസ്മസ് കാലത്ത് കുട്ടികളോടൊത്ത് ഫാമിലിക്ക് കാണാൻ പറ്റിയ ഒരു നമ്പർ 1 ചോയ്സ് ആയിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല.